കല്ലിയൂർ പുന്നമൂട് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഭവം രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു. ക്ലാസ്സിൽ +1 വിദ്യാർത്ഥിയുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പെപ്പർ സ്പ്രേ എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇൻ്റർവെല്ലിന് ശേഷം കുട്ടി ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു കെമിക്കൽ എന്തോ സ്പ്രേ ചെയ്യുകയായിരുന്നു. അത് ഫാനിൻ്റെ കാറ്റടിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കുമൊക്കെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. +1 വിദ്യാർത്ഥിയാണത് ചെയ്തത്. വേറെ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നതാണ് ഇപ്പോൾ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ പറയുന്നത്. ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ഇൻ്റർവെൽ ബ്രേക്ക് കഴിഞ്ഞ് കുട്ടികൾ കയറിയപ്പോഴത്തേക്ക് സ്പ്രേ എന്താണെന്ന് ആ കുട്ടികൾക്കും തിരിച്ചറിയില്ല. ഫാൻ കിടക്കുമായിരുന്നു, അത് ബാക്കിലോട്ട് സ്പ്രെഡ് ചെയ്തു. ഒരു 6-7 കുട്ടികൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു. ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി അത് ഇൻറ്റൻഷനലി ചെയ്തതാണോ എന്ന് അറിയില്ല. നിയമം CI വന്നിരുന്നു, അന്വേഷണം നന്നായി നടന്നു വരുന്നു. എന്താണെന്ന് വിശദമായി അറിയാം. 11:20 രാവിലത്തെ ബ്രേക്ക് കഴിഞ്ഞപ്പോഴാണ്, രാവിലത്തെ ഇൻ്റർവെൽ ബ്രേക്ക് കഴിഞ്ഞ് 11:20 അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെയും ആ ക്ലാസ്സിൽ ഞങ്ങൾ പോയതാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ശരിക്കും ഇതെന്നുള്ളത് വ്യക്തമായിട്ടില്ല. ആൺകുട്ടിയാണ്. ചോദിച്ചായിരുന്നു. അപ്പോൾ അവനും അതിൻ്റെ ഒരു സീരിയസ്നെസ് അതിലേക്ക് വന്നിട്ടില്ല. ഏതായാലും 7 വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ആശുപത്രിയിലുള്ളവർക്ക് ശ്വാസം മുട്ടലുണ്ട്. ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല. പിന്നീട് ഈ പെപ്പർ സ്പ്രേ, ഈ സ്പ്രേയുടെ ബോട്ടിൽ സ്കൂളിലെ വാഷ്റൂമിൽ നിന്ന് കുട്ടികൾ തന്നെ എടുത്ത് സ്കൂൾ അധികൃതർ കൊടുക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വാർത്താക്കുറിപ്പിലും പറയുന്നത്. കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറയുന്നു. 9 വിദ്യാർത്ഥികളെ ഒരു ടീച്ചറെയും ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മുമ്പ് ശ്വാസം മുട്ടൽ വരാറൊരു ഒരു കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്, നിരീക്ഷണത്തിലാണ്. ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ ആരോഗ്യനില കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് അധികൃതരും അതുപോലെ തന്നെ ആശുപത്രി വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. ഏതായാലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോടെങ്കിലും പകയോ ദേഷ്യമോ കാരണമാണോ ഈ കുട്ടി ഇത് ഉപയോഗിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നിയമം, പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും ഈ സ്കൂൾ മാനേജ്മെൻറ്റ് പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു സർക്കാർ വിദ്യാലയമാണ്. +1 വിദ്യാർത്ഥിയാണിത് ചെയ്തത്. അബദ്ധത്തിൽ ഈ സ്പ്രേ കയ്യിൽ നിന്ന് എന്തിന് സ്പ്രേ കൊണ്ടുവന്നു എന്ന് ചോദ്യം വേറെയുണ്ട്. പക്ഷേ അബദ്ധത്തിൽ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ അത് ഇതിൽ പടർന്നതാണോ, ഫാനിൽ പടർന്ന് ഫാനിലൂടെ കാറ്റ് എല്ലാവരും ബാധിച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും കുട്ടിയെ പോലീസ് കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയും. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും ഒക്കെ കുട്ടിയോട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അബദ്ധത്തിൽ പറ്റിപ്പോയി എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ കുട്ടിയുടെയും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെ എന്തിനാണ് ഒരു കുട്ടി ഇത്തരത്തിൽ പെപ്പർ സ്പ്രേ കൊണ്ടുവന്നത് എന്ന കാര്യമൊക്കെ, പെപ്പർ സ്പ്രേ എന്നാണ് ഇപ്പോൾ കരുതുന്നത്. പെപ്പർ സ്പ്രേ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള കെമിക്കൽ എന്തിനാണെങ്കിലും അത് എന്തിനു കൊണ്ടുവന്നു എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ വ്യക്തത കുറവുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ അത് കാര്യങ്ങൾ ബോധ്യമാകുമെന്ന് വേണം കരുതാൻ. കുട്ടിയോടും കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നുണ്ട് സ്കൂൾ അധികൃതർ. അടുത്ത കാലത്തും ഇത്തരത്തിൽ സംഭവം സംസ്ഥാനത്തൊരു സ്കൂളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും പെട്ടെന്ന് ആശുപത്രി എത്തിക്കാനായതുകൊണ്ട് തന്നെ ആർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരു കുട്ടി മാത്രമാണ് ഇപ്പോൾ ICUവിൽ ചികിത്സയിൽ തുടരുന്നത്.